ലോട്ടറി ടിക്കറ്റും വിറ്റ് കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അതും പോയി. സാറേ, ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിയിരിക്കുക. ഓ, അപ്പൊ ഈ കെട്ടിടം അത്രയ്ക്ക് പഴയതാണല്ലേ? ജോലി നടക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീണ ആള് തട്ടിപ്പോവല്ലോ. ഏത് ഭാഗമാ ഇളകിയേ? സാർ പ്ലീസ്, ആ അടിത്തറ അല്ല ഈ അടിത്തറ. ഞാൻ ഉദ്ദേശിച്ചേ സാമ്പത്തിക അടിത്തറയാ. ബാങ്കിലാകെ കടം, കമ്പനി ഓടിയില്ല ഓടുന്നു. ഇതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത്? തെളിച്ചു പറ. ബാലൻസ് ഷീറ്റ് ഒന്നും സാർ നോക്കാറില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തായിട്ട് കണക്കിൽ കാണാം. പക്ഷെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എവിടെ? എക്സ്പോർട്ട് ചെയ്തോ? എങ്കിൽ അതിനുള്ള രേഖ എവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ സാർ എന്ത് മേൽനോട്ട് അവിടെ നടത്തുന്നത്? വന്നേ, കാണിച്ചു തരാം. വാ. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ്. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? യെസ് സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ, മേരിക്ക് ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്ത് നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്, എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. മിസ്റ്റർ, നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ കത്തിലെ അതേ കയ്യേഷം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും ബലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തിൽ നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിളിന് ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാളെ മൊത്തം കുഴപ്പമാ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും അയക്കും ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണം തട്ടിപ്പാ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി താ അങ്കിൾ. സമാനിക്ക്, ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ. എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം: എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരം ഉണ്ടാക്കും. സ്വന്തം ബാബുവേട്ടൻ. എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി. അരി കഴിയാതെയാണ് അടുപ്പത്തിരുന്നത്. അയ്യോ, ഞാൻ കരുതിയത്. പോയി കഴിയിട്ടു അടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി? ഉള്ളി? അയ്യോ, അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടെ. നിനക്കെന്തണ്ടി വല്ല ഭ്രാന്ത് പിടിച്ച? കൊണ്ടാടി. പോടി പോടി. നീ ഇനി അടുക്കള കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി. നോവല് വായിച്ചു, മുഴുവനും വായിച്ചു.
നല്ല ഇനം ചെമ്പുപാത്രങ്ങൾക്ക് മുസലിയാർ പാത്രക്കട. എനിക്കതിനെ ഇപ്പൊ ചെമ്പുപാത്രം. എഴുത്ത് കിട്ടി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ? സംസാരിക്കാം. ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ ഇവിടെ. മീര വീണച്ചാ. അയ്യോ വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയ കുട്ടിക്ക്? എന്റെ എഴുത്തിൽ അവൾ വീണെന്നാ ഞാൻ പറഞ്ഞത്. ആഹാ. ഇതാ നോക്ക്. എങ്ങനെ ഇനിയെല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ. എന്തിനാണാവോ സംസാരത്തിന് അടുക്കള ജനാല തിരഞ്ഞെടുത്തത്? എടാ മണ്ട, അവളുടെ മുറിയിലാകുമ്പോ മറ്റു പിള്ളേർ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കെന്ന. വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും. ഓഹോ, ഓ എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു. ബേ. ബേ. എനിക്ക് പേടിയാവുന്നു. ഇത് ഞാനല്ലേ? ബാബുവേട്ടനല്ലേ? ആദ്യം പൂച്ച കരഞ്ഞതും ബാബുവേട്ടനായിരുന്നോ? അതെ, ആട് കരഞ്ഞതും പട്ടി കുരച്ചതും ഒക്കെ ഞാൻ തന്നെയാ. എനിക്ക് 20 മൃഗങ്ങളുടെയും 19 പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ആള് ഭയങ്കര മിമിക്രിക്കാരനാണല്ലോ. മിമിക്രി ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ. എന്റെ ഭാഗ്യം. എങ്കിൽ ദിവസത്തിൽ 24 മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും. അതിരിക്കട്ടെ, ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത്? ഞാനൊന്നും അടുക്കളയിലല്ലേ കിടക്കാറ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ആദ്യം ഒരു കത്തയച്ചിരുന്നു. അത് മേൽവിലാസം തെറ്റി. അത് ഒരു കണക്കിന് നന്നായി. സത്യം പറ, എന്നെ ഇഷ്ടമാണ്. എന്തൊരു ചോദ്യം അത്. ഇഷ്ടമില്ലെങ്കിൽ വരാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് ഇത്ര പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് അവിശ്വസിക്കാൻ പറ്റാത്തത് ബാബുവേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണോ? പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് പ്രായം? ബാബുവേട്ടന് എത്ര വയസ്സായി? 33. അല്ലല്ല, 29. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് 22 ആയി. 22? ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ട് 22 ആയി. 18 ആയതേ ഉള്ളൂ എന്നാണല്ലോ ഞാൻ. കൃത്യനിഷ്ഠയുള്ള ജീവിതം ആയതുകൊണ്ട് വയസ്സ് കുറവേ തോന്നു. അതാ. എന്തായി? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിയ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഹോംവർക്ക് ചെയ്യില്ല. കാലത്ത് വരുന്നത് മിക്കപ്പോഴും ലേറ്റ് ആയിട്ടാണ്. സാറിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ചോദിച്ചില്ലായിരുന്നു. മേനോൻ, കരുണാകരമേനോൻ. മിസ്റ്റർ മേനോൻ, ഒന്നുകിൽ ഇവിടുന്ന് ഇവന്റെ TC വാങ്ങി പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഗൈഡൻസ് കൊടുക്കുക. ഫാദറെ, ഇവനെ ഇവിടുത്തെ ബോർഡിങ്ങിലാക്കിയാലോ? അതാലോചിക്കാവുന്നതാണ്. ആ, I didn't like it. അത് നീയാണോ തീരുമാനിക്കുന്നത്? ബോർഡിങ്ങിലാകുമ്പോൾ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയാൽ വേണ്ട ശിക്ഷ കൊടുക്കാൻ ഫാദർ ഏർപ്പാട് ചെയ്താൽ മതി. ഇവരെ തോന്നിയാസമൊക്കെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് പ്രശ്നമോ? ഓക്കെ, നിങ്ങൾ ഓഫീസിലേക്ക് ഒന്ന് ഓ, വരും. ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? ഞാൻ മരിക്കുന്ന കൂടി കാണണോ? എനിക്ക് ക്ലാരയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ക്ലാര ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചാൽ മാത്രം മതി. എനിക്ക് പോണം. എനിക്കും പോണം. പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാരെ, എല്ലാം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ്. തെറ്റിദ്ധരിച്ചത് ഞാനാ. അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത്. അമ്മച്ചി എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അതേ, ആള് തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള് ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേൽപ്പിക്കാനും
നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. എന്റെ കുട്ടി ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല. കുട്ടി ആരുടെ കുട്ടിയാണെന്ന് എനിക്കറിയണ്ട. ഞാനാ മണ്ടി. നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു. ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനെന്ന് ഓർമ്മിച്ചില്ല. കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു. അമ്മച്ചി എന്റെ മേലും നോവിച്ചു. ഇതുണ്ടോ, ചട്ടവും പഠിപ്പിച്ച് പൊള്ളിച്ചതാ. ഞാൻ കുട്ടിയുടെ അമ്മച്ചി വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടവനല്ല. നേര് പറ, എന്നെ ചതിക്കാനായിരുന്നില്ല ഇതൊക്കെ? നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം. അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല. വരൂ, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയാം. അഡ്വക്കേറ്റ് അനന്തം പേർക്ക് ഒരു കത്തുണ്ട്. വക്കീലേ, വക്കീൽ, വക്കീലിന്റെ എഴുത്തുണ്ട്. ആ, കോടതിയിൽ നിന്നായിരിക്കും. ഇനി അങ്ങോട്ട് ചെല്ലേണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും. പ്രിയപ്പെട്ട അച്ഛ, ജീവിതം ക്ഷണികമാണ്, മനസ്സൊരു കുരങ്ങനും. കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത്. മീരയെ കിട്ടിയില്ല, പക്ഷെ ക്ലാരയെ കിട്ടി. അതെ, അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്. ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പേര് മാറ്റി ഒരു ക്രിസ്ത്യാനി ആവണമെന്ന്. ഞാൻ ഇനി അച്ഛന്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നേ വിളിക്കൂ. അനുഗ്രഹിക്കുക, അപ്പച്ചന്റെ മകൻ സെബാസ്റ്റ്യൻ.